എടാ സാഗറെ, ഞാൻ ആകെ പെട്ടിരിക്കുക. കല്യാണത്തിന് വേണ്ടി മുറവിളി കൂട്ടുക. ഇവിടെ ഉള്ളവരും എന്റെ മുറപ്പെണ്ണും. എടാ, ഞാൻ ചിങ്ങത്തി നടത്താന്ന് പറഞ്ഞു. പക്ഷെ മഹാലക്ഷ്മിയുടെ ഭീഷണി എന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുക. മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ സത്യങ്ങൾ കണ്ണനോട് പറയുമെന്ന അവളുടെ ഭീഷണി. അതൊഴിവാക്കാൻ എന്റെ മുന്നിൽ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ അവളെയും കൊണ്ട് നീ എങ്ങോട്ടെങ്കിലും പോവാ. എടാ, ഇതുവരെ കണ്ണന്റെ അടുത്ത് മഹാലക്ഷ്മി സത്യം പറഞ്ഞിട്ടില്ല. എടാ, അത് അവൾക്ക് നിന്നോടുള്ള സ്നേഹം കൂടുതലുണ്ട്. പക്ഷേ അതിനുശേഷം അവൾ എന്നോട് അത്ര വലിയ അടുപ്പമൊന്നും കാണിച്ചിട്ടില്ല സാറേ. എടാ, ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, ഒരു പെണ്ണിന് മുമ്പിൽ നമ്മൾ നമ്മുടെ മനസ്സ് തുറക്കുമ്പോ അവള് ചിലപ്പോ അകലം പാലിച്ചൊന്നൊക്കെ ഇരിക്കും. എടാ, നമ്മളെ കണ്ടില്ലെന്നൊക്കെ നടിച്ച് നടക്കും. എങ്കിലും നമ്മൾ പറഞ്ഞതൊക്കെ അവളുടെ മനസ്സിൽ അതേപടി തന്നെ ഉണ്ടാവും. അത് അവൾ ഓരോ തവണ ഓർക്കുമ്പോഴും എടാ നമ്മളോടുള്ള സ്നേഹം കൂടി കൂടി വരും. എടാ, അതുകൊണ്ടല്ലേ ഒരിക്കലും ചേരാത്ത ആളുകളെ ചില പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത്. പെണ്ണിനാണിന്റെ സൗന്ദര്യം അളവിൽ കൂടുതലുള്ള സ്നേഹമാടാ. അല്ലാതെ തൊലി വെളുപ്പിലൊന്നും വിവരമുള്ള പെണ്ണ് വീഴില്ല. എടാ സാഗറെ, ഒരു കുഞ്ഞിന് വേണ്ടി മഹാലക്ഷ്മി സ്വപ്നം കാണുക. അവളുടെ അനിയത്തി അമ്മയാകാൻ പോകുന്നെന്ന് അറിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ചും. ദേ, അവിടെ നീയാ അവളുടെ മുമ്പിലുള്ള കച്ചിത്തുരുമ്പ്. പക്ഷേ നീ ഉണർന്ന് പ്രവർത്തിക്കണം. എടാ, അവൾ അകലം പാലിക്കുമ്പോ നീ ഇടിച്ചു കയറണമെന്നല്ല ഞാൻ പറയുന്നത്. എടാ, സിമ്പതി വർക്കൗട്ട് ചെയ്യണം. അതിലൂടെ അവൾ എല്ലാ അർത്ഥത്തിലും നിന്റെ സ്വന്തമാക്കി മാറ്റിയെടുക്കണം. എടാ, അവളെയും കൊണ്ട് നീ പോയി കഴിഞ്ഞ അടുത്ത നിമിഷം എനിക്ക് മഞ്ജുവിനെ കല്യാണം കഴിക്കാം. നിനക്കൊപ്പം ഒളിച്ചോടിയവൾ. അതിനുശേഷം എന്ത് സത്യം അവള് പറഞ്ഞാലും ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ ശ്രമിക്കാം സാറേ. നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എടാ, നിനക്ക് ഇത്തരം കളികൾ പുത്തരിയോ അല്ല. അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഇതിന്റെ അകത്തുനിന്ന് രക്ഷിച്ചേ പറ്റൂ. പരമാവധി നോക്കാം സാറേ. ഒന്നുകൂടി പയറ്റി നോക്കാം. എടാ, പയറ്റി നോക്കണം. അതുപോലെ കണ്ണനെ മഹാലക്ഷ്മിയിൽ നിന്നും അകറ്റാൻ ഒരു മാർഗമുണ്ട്. അതായത് മഹാലക്ഷ്മിയെ കണ്ണൻ വെറുക്കാൻ ഒരു മാർഗമുണ്ട്. ഏതൊരാണും പെണ്ണിനെ തള്ളിക്കളയുന്ന ഒരു നിമിഷമുണ്ട്. അതുകൂടി ആയിക്കഴിഞ്ഞ പിന്നെ എല്ലാം ഓക്കെയാടാ. എന്താ സാറേ? നീ അടുത്ത് വാ. അത് തീക്കളിയാ സാറേ. എടാ, ഇതുവരെ മഹാലക്ഷ്മി കണ്ണനോട് നടന്നു ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനൊരു തീക്കളി കളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കണ്ണൻ നമ്മളെയൊക്കെ പോലെ ഒരു തരികടയല്ല. അവൻ വിശ്വസിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്ന കൂട്ടത്തില. എന്നാൽ വിശ്വാസവഞ്ചന ചെയ്യുന്നവരെ അവൻ ഒരിക്കലും തഴുകി തലോടി കൂടെ നിർത്തില്ല. അവരെ തല്ലി ഇറക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞത് നടന്നിരിക്കണം. എടാ, ഭയന്ന് നിന്നാൽ ഇതൊന്നും നടക്കില്ല. തന്റെ ഇടത്തോടെ ഇറങ്ങി പുറപ്പെട്ടാലേ ഇതൊക്കെ നടക്കൂ. ശരി സാറേ. മഹി നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് ഇവൻ പറയാതെ തന്നെ ഞങ്ങൾക്കറിയാം. മഹി ഉണ്ടാക്കിയ അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഞങ്ങൾ കഴിച്ചതാണല്ലോ. പിന്നെ ഇവളും തരക്കേടില്ലാത്ത കുക്ക. ഇനി കറികൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയണ്ട.
ഇവൾക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞാ അത് ഇവൾ സഹിക്കും. പക്ഷെ പാചകം കൊള്ളില്ല എന്ന് പറഞ്ഞാ അവരുമായി പിന്നെ സന്ധി ചെയ്യത്തില്ല. ലേഖയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ലേഖ ഉണ്ടാക്കിയ കറികൾക്കും. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ കറികള് ലക്ഷ്മിയുടെ കണ്ണട്ടൻ ഒരുപാട് കഴിച്ചിട്ടുള്ളതാ. അതിനേക്കാൾ കൂടുതൽ കഴിച്ചിട്ടുണ്ട് എന്റെ അമ്മയുണ്ടാക്കിയ ഭക്ഷണം. കേട്ടോ ലക്ഷ്മി, 4-5 വർഷം മുമ്പാ എന്റെ അമ്മ മരിക്കുന്നത്. അതുവരെ അമ്മയ്ക്ക് 2 മക്കളായിരുന്നു. ഒന്ന് അനന്തവും പിന്നെ കണ്ണനും. ശരിയാവൻ പറഞ്ഞത്. എന്റെ രണ്ടാനമ്മയ്ക്ക് ഞാൻ മോനല്ലായിരുന്നു. പക്ഷേ ഇവന്റെ അമ്മയ്ക്ക് ഞാൻ സ്വന്തം മോനെ പോലായിരുന്നു. വയ്യാത്ത കുട്ടിയായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവന്റെ അമ്മ ഇവനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചെന്ന്.